ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ, വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഒരു നാടൻ ഫേസ് പാക്കാണ്. ഇനിയിപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരുമോയെന്നൊന്നും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നൊരു ഫേസ് പാക്കാണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ ഫേസ് പാക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. 1 സ്പൂൺ കടലമാവ്, പിന്നെ 1 സ്പൂൺ ഗോതമ്പ് പൊടി. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഇത് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു ചെറിയ കഷ്ണം നമ്മുടെ കിഴങ്ങ്, പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട്. ഇത് രണ്ടും കൂടെ ഒന്നെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കല്ലിനകത്തിട്ട് ചതച്ചിട്ട് നമ്മളതിൻ്റെ നീരെടുക്കുക. ഞാനിപ്പോൾ ഒരു കല്ലിലിട്ട് ഇടിച്ചാണ് അതിൻ്റെ നീരെടുക്കുന്നത്. ഇങ്ങനെ ചതച്ച് ബീട്രൂട്ട് കൂടി ഒന്ന് ചതച്ച് കൊടുക്കാം. ചതച്ചിട്ട് ഇതിന് നീര് നമ്മളെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടും കിഴങ്ങും കൂടെ ഞാൻ അരിച്ചെടുത്തത് എൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജ്യൂസ് നമുക്ക് ഇതിനകത്തോട്ടിട്ടിട്ട് ഈസിയായിട്ട് ഇളക്കി കൊടുക്കാവേ. ഒരേ മുഴുവനൊന്നും ഇടണ്ട കേട്ടോ. ഒത്തിരി വെള്ളം പോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് അതിങ്ങനെ ഒഴുകി കിടക്കും, ഒഴുകി പോകും. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു പരുവം മതി കേട്ടോ, ഇതിൽ കൂടുതലും വേണ്ട കുറവും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു മഴക്കാറ് കയറുന്നുണ്ട്, അതുകൊണ്ട് വെട്ടം കുറവാണ്. തുടക്കം തന്നെ പാളിക്ക് മുടിക്ക് ഒന്ന് സൈഡിലേക്ക് ഒതുക്കി വെച്ച് നല്ല വൃത്തിയായിട്ട് തേച്ച് കൊടുക്കാവേ. എന്ത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും മുഖം നന്നായിട്ട് കഴുകാൻ മറക്കരുത് കേട്ടോ. വെറുതെ ഇന്നലെ ഇംഗ്ലീഷ് പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്. ഇംഗ്ലീഷ് എപ്പോൾ പറഞ്ഞാലും എന്നെ നാക്ക് വെക്കും. മുഖം നല്ല വൃത്തിയായിട്ട് ഫേസ് വാഷോ സോപ്പോ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ശേഷം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുള്ളേ. മുഖത്തും കഴുത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം, അല്ലെങ്കിൽ തേനുണ്ടെങ്കിൽ തേൻ ചേർക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയും കടലമാവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കണ്ണിൻ്റെ മേലിലൊക്കെ കണ്ണിന് വണ്ടിയിൽ ഒത്തിരി കട്ടിയായിട്ടിട്ട് കൊടുക്കണ്ട, കണ്ണിനകത്തോട്ട് പോകും. അവന്മാരോടെ പഠിക്കാനിരുത്തിയിട്ട് അവന്മാരോടൊന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അവർ പഠിക്കുകയാണല്ലോ എന്നോർത്തോണ്ട് ഞാൻ സൗണ്ട് കുറച്ച് പറയുന്നത്. അന്നേരം അവരവിടെ നമുക്കിത് കഴുത്തയിലും കൂടെ തേച്ച് കൊടുക്കവേ.
ബീട്രൂട്ട് കടലമാവ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഭയങ്കരമായിട്ട് ഗ്ലോ തരുന്ന സാധനങ്ങളാണ്. അതിപ്പോൾ എങ്ങനെ നമ്മൾ ഇതിപ്പം കടലമാവ് തന്നെ വേണമെന്നില്ല, നമ്മുടെ അരിപ്പൊടിയിൽ നമ്മുടെ ബീട്രൂട്ട് തന്നെ, ബീട്രൂട്ട് മാത്രം ബീട്രൂട്ട് ജ്യൂസ് ഇട്ടിട്ട് ഫേസിൽ തൂത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ഇനി ഗോതമ്പൊടി ഇല്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടുതൽ എഫക്റ്റീവ് കിട്ടിയേക്കുന്നത് അവിടെ അരിപ്പൊടിയും ഗോതമ്പൊടിയും കൂടെ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. മൈദയ്ക്ക് അത്ര എഫക്റ്റ് കിട്ടാറില്ല. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്ന ഫേസ് പാക്കാട്ടോ. കിഴങ്ങും നമ്മുടെ ഫേസിനും, കിഴങ്ങിൻ്റെ ജ്യൂസ് നമ്മുടെ ഫേസിനൊക്കെ നല്ല സാധനമാണ്. നമ്മളെപ്പോഴും ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇച്ചിരി കട്ടിക്കിട്ട് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ ഏത് ഫേസ് പാക്ക് ഇട്ടാലും നമ്മൾ അധികം അങ്ങ് ഫുൾ ഡ്രൈ ആവുന്നതോടെ വരെ ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. കൂടിപ്പോൾ ഒരു 15 മിനിറ്റ്. ഇത് പതിയെ ഉണങ്ങി ഇങ്ങനെ വലിഞ്ഞ് ഉണങ്ങുന്ന സമയത്തുള്ള നേരത്തിന് നമ്മളത് കഴുകിക്കളയണം. ഒരിക്കലും ഫേസ് പാക്ക് ഫുൾ ഡ്രൈ ആവുന്നതോടെ വെച്ചുകൂടാം. അങ്ങനെയല്ല, ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പം ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഒരിക്കലും ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. നമ്മൾ അത്ര നേരം ചെയ്തതിൻ്റെ എഫക്റ്റ് എല്ലാം പോകും. ഒരിക്കലും നമ്മൾ എന്ത് ഫേസ് പാക്കല്ലേ ഫേസ് ക്രീം എന്ത് ഉപയോഗിച്ചാലും അത് കഴിയുമ്പോൾ നമ്മൾ മുഖം കഴുകുമ്പം ചെറിയ തണുത്ത വെള്ളത്തിൽ കഴുകാവുള്ളൂ. ഒരിക്കലും ചൂടുവെള്ളത്തിൽ കഴുകരുത്, തണുത്ത വെള്ളത്തിൽ കഴുകണം. സോപ്പ് ഉപയോഗിച്ച് ഒരിക്കലും കഴുകരുത്. നമ്മൾ അത്ര നേരം നമ്മുടെ ഫേസിലിട്ടതിൻ്റെ എല്ലാ റിസൾട്ട് പോകും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ബീട്രൂട്ട് കിഴങ്ങെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമാണ്. പിന്നെ കടലമാവ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നമ്മുടെ ഗോതമ്പൊടി മാത്രം മതി കേട്ടോ. ഗോതമ്പൊടിയുടെ മാത്രം മിക്സ് ചെയ്ത് മുഖത്ത് കൊടുത്താൽ സൂപ്പറാണ്. പിന്നെ ഗോതമ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്താലും നല്ലതാണ് കേട്ടോ. ഇനിയിപ്പം കടലമാവ് എപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ കാണുന്നില്ല, ഇല്ലെന്നല്ല. അരിപ്പൊടി മസ്റ്റാണ്, അരിപ്പൊടിയും ഗോതമ്പൊടിയും മസ്റ്റാണ്. അത് രണ്ടും കൂടെ മാത്രം യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരു കൂടിപ്പോയ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ നമുക്ക് ഫേസിൽ വെക്കരുത്. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാണേ. അപ്പം ഞാൻ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവന്മാർക്കും ഇത് ഇടണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി. അപ്പം ഞാൻ ഇവന്മാർക്കും ഇട്ട് കൊടുക്കും കേട്ടോ. നേരെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് ഇതുപോലെ ഫേഷ്യലൊന്നും ചെയ്ത് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവരുടെ വളരെ നാച്ചുറൽ സ്കിന്നാണ്. പക്ഷെ ഇവിടെ ഇവന്മാർക്ക് വേണം എന്ന് ഭയങ്കര വാശി. അയ്യോ, അനങ്ങാതിരിക്കാൻ പറഞ്ഞേ, എൻ്റെ കണ്ണി കൊണ്ടേ തൂത്ത്. ഞാൻ ഇവന്മാർക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം, അല്ലേ ശരിയാവില്ല. അപ്പോൾ അവന്മാരെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഒരു സത്യം പറഞ്ഞാൽ ഈ വക സാധനങ്ങളൊന്നും മുഖത്ത് വെക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ ചേട്ടൻ തൂത്തോണ്ട് അവൻ തൂത്തതാണ്. ഇത് ഇത്രയും ബാലൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഫേസ് പാക്ക്, ഈ സാധനം ബാലൻസ് വരുവാണ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഒരു 2-3 ദിവസമൊക്കെ. എന്തെങ്കിലും പാത്രം വെച്ച് അടച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം വീഴും, അതിൻ്റെ അകത്ത് വെള്ളം വീണാൽ പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ദിവസം അടുപ്പിച്ചത് തൂക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത് ബാലൻസ് ഫ്രിഡ്ജിൽ വെക്കാനൊന്നുമില്ല, അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ തൂത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് ഒരു 50 മിനിറ്റ് കഴിഞ്ഞാണേ. അപ്പോൾ എൻ്റെ കൈ ഇതൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഒത്തിരി ഡ്രൈ ആകാൻ നിൽക്കണ്ട കേട്ടോ, അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യാവേ. ലൈവായിട്ട് തന്നെ വാഷ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. ഇങ്ങനെ വാഷ് ചെയ്തിട്ട് നമ്മളെപ്പോഴും മുഖം കഴുകുന്ന ഇങ്ങനെയല്ലേ. ഇപ്പം നമ്മൾ ഫേഷ്യൽ ഇതൊക്കെ ഇട്ട് കഴിയുമ്പം തിരിച്ച് ഫേസ് കൈ വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തേക്കുന്ന കളയാൻ കേട്ടോ.
നമ്മളിപ്പം സോപ്പും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കഴുകൂലേ, അതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റാണ് ഇത് കഴുകുക. കണ്ടോ, അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ട്. തിരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചത് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസ്. ഇനി ഫുൾ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. കണ്ടോ, നേരത്തേക്കാട്ടിലും ഒത്തിരി മാറ്റമുണ്ട് നമ്മുടെ മുഖം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, ഇത് നല്ലൊരു സൂപ്പർ പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള അതേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ടാറ്റാ.